ഹലോ ഫ്രണ്ട്സ്, എവർക്കും ബേഡ്സ് വേൾഡ് എന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു വലിയ ഇനം പ്രാവാണ് ഗ്രീൻ ഇംപീരിയൽ പീജിയൻ അഥവാ മേനിപ്രാവ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മേനിപ്രാവ് എന്ന ഈ ഭംഗിയേറെ പ്രാവിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഗ്രീൻ ഇംപീരിയൽ പീജിയൻ അഥവാ മേനിപ്രാവിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരിനം വലിയ കാട്ടുപ്രാവാണ് മേനിപ്രാവ്. ഇംഗ്ലീഷിൽ ഗ്രീൻ ഇംപീരിയൽ പീജിയൻ എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം ഡാക്കുള ഏനിയ എന്നാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ത്രിപുരയുടെ സംസ്ഥാന പക്ഷി കൂടിയാണ് ഗ്രീൻ ഇംപീരിയൽ പീജിയൻ. വിവിധയിനം പ്രാവുകൾ ഉൾപ്പെടുന്ന കൊളുംബിഡെ എന്ന പക്ഷി കുടുംബത്തിലെ അംഗമാണ് മേനിപ്രാവും. ഇതേ പക്ഷി കുടുംബത്തിലെ ഡാക്കുള എന്ന ജീനസിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജീനസിൽ ഉൾപ്പെടുന്ന പ്രാവിനങ്ങൾ പൊതുവെ നല്ല ശരീര വലിപ്പമുള്ളവയാണ്. ഇവയെ ഇംഗ്ലീഷിൽ ഇംപീരിയൽ പീജൻസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. രാജകപോതം അഥവാ പൊഗണ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന മൗണ്ടൻ ഇംപീരിയൽ പീജിയൻ എന്ന മറ്റൊരിനം ഇംപീരിയൽ പീജിയനെ കൂടി കേരളത്തിലും തെക്കേ ഇന്ത്യയിലുമായി കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് പ്രാവിനങ്ങൾക്കും വലുപ്പത്തിലല്ലാതെ മറ്റ് കാര്യമായ രൂപസാദൃശ്യമൊന്നുമില്ലാട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമായി ഗ്രീൻ ഇംപീരിയൽ പീജനുകൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലും ഇന്ത്യയോട് ചേർന്നുള്ള നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ തുടങ്ങി കിഴക്കോട്ട് തായ്ലാൻഡ്, ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ, മലേഷ്യ, തെക്കേ ചൈനയുടെ കുറച്ച് ഇടങ്ങൾ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ വരെയും ഗ്രീൻ ഇംപീരിയൽ പീജിയൻ അഥവാ മേനിപ്രാവുകളെ കണ്ടുവരുന്നു. പക്ഷേ ഇന്ത്യയിലിവയെ എല്ലായിടങ്ങളിലും കാണുവാനാകില്ല. ഇന്ത്യയിലിവയെ പശ്ചിമഘട്ട മലനിരകളിൽ തുടങ്ങി പൂർവ്വഘട്ട മലനിരകളുടെ ഭാഗങ്ങൾ വരെയും അവിടെ നിന്നും വടക്ക് കിഴക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലും കണ്ടുവരുന്നു. ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി കണ്ടുവരുന്ന മേനിപ്രാവുകളെ അവയെ കണ്ടുവരുന്ന ഇടങ്ങളുടെയും കാഴ്ചയിലെ ചെറിയ വ്യത്യാസങ്ങളുടെയുമെല്ലാം അടിസ്ഥാനത്തിൽ നിരവധി ഉപജാതികളായി വേർതിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും 12ഓളം ഉപജാതികളെ കണ്ടെത്തിയിട്ടുള്ളതിൽ 3 ഉപജാതികളെ ഇന്ത്യയിൽ കണ്ടുവരുന്നു. ഒന്ന് നേപ്പാളിൽ തുടങ്ങി നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങൾ വരെയും കണ്ടുവരുന്ന ഡാക്കുള ഏനിയ സിൽവാറ്റിക്ക എന്നതാണ്. മറ്റൊരു ഉപജാതി ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലുമായി കണ്ടുവരുന്ന ഡാക്കുള ഏനിയ പുസില്ല എന്നതാണ്. ഈയൊരു ഉപജാതിയാണ് നമ്മുടെ കേരളത്തിലും കണ്ടുവരുന്നത്. ഇന്ത്യയിലെ മറ്റൊരു ഉപജാതി എന്ന് പറയാവുന്നത് ഇന്ത്യയുടെ തന്നെ ആൻഡമാൻ ദ്വീപുകളിൽ കണ്ടുവരുന്ന ഡാക്കുള ഏനിയ ആൻഡമാനിക്ക എന്നതാണ്. കേരളത്തിൽ സ്ഥിരവാസികളായി കണ്ടുവരുന്ന മേനിപ്രാവുകളെ ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും തന്നെ കണ്ടുവരുന്നു. കാടുകളിലും പ്രത്യേകിച്ച് നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ആർദ്ര ഇലപ്പൊഴിയും കാടുകൾ, കാടുകളോടടുത്ത ഗ്രാമപ്രദേശങ്ങളിലും ധാരാളം മരങ്ങൾ നിറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലും വൃക്ഷത്തോട്ടങ്ങളിലും മലഞ്ചെരുവുകളിലും വൃക്ഷങ്ങൾ ധാരാളം നിറഞ്ഞ കുന്നിൻ പുറങ്ങൾ, മലം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഇവയെ കാണുവാനാകും. പൊതുവെ ഒരു കാട്ടുപക്ഷിയാണെങ്കിലും ആഹാര ലഭ്യതയ്ക്കനുസരിച്ച് ഇവയെ മിക്കപ്പോഴും നാട്ടിൻപുറങ്ങളിൽ എല്ലായ്പ്പോഴും തന്നെ കാണുവാനാകാറുണ്ട്. കാടുകളോടടുത്ത ഇടങ്ങളിലല്ലാതെ ധാരാളം വൃക്ഷങ്ങളുടെ സാന്നിധ്യങ്ങൾ നിറഞ്ഞ കാടുകളിൽ നിന്നും മാറിയുള്ള ഇടങ്ങളിലും ഇവയെ കാണുവാനാകും. പക്ഷിയെ പൊതുവെ ഇണകളായും കൂടാതെ 5-8 പേർ അടങ്ങുന്ന ചെറു കൂട്ടങ്ങളായും കാണുവാനാകും. സാധാരണയായി നമ്മൾ കാണാറുള്ള അമ്പലപ്രാവുകൾ, അരിപ്രാവുകൾ മുതലായ പ്രാവിനങ്ങളെപ്പോലെ ഇവ നിലത്തിറങ്ങി നടന്നല്ല ഇര തേടുക. മരങ്ങൾക്ക് മുകളിൽ നിന്ന് തന്നെ ആഹാരം കണ്ടെത്തുന്ന ഈ പ്രാവിനങ്ങൾ അധികം നിലത്തിറങ്ങാതെ മരങ്ങൾക്ക് മുകളിൽ തന്നെ ചിലവഴിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവിനങ്ങളെ മരങ്ങളുടെ ഉയരങ്ങളിൽ ഇരിക്കുന്നതായോ അല്ലെങ്കിൽ ശരവേഗത്തിൽ ആകാശത്തിന് മുകളിലൂടെ പറന്നു പോകുന്നതായാകും നമുക്ക് കാണുവാനാവുക. പൊതുവെ കേരളത്തിൽ കാണപ്പെടുന്ന മറ്റ് പ്രാവിനങ്ങളോട് ഇവയ്ക്ക് കാര്യമായ രൂപസാദൃശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവയെ മറ്റ് പ്രാവിനങ്ങളുമായി മാറിപ്പോകുവാൻ സാധ്യതയില്ല. മേനിപ്രാവുകളിലെ ആൺപക്ഷികൾക്കും പെൺപക്ഷികൾക്കും കാഴ്ചയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവയിലെ ആൺപക്ഷികളെയും പെൺപക്ഷികളെയും പരസ്പരം വേർതിരിച്ചറിയാനാകില്ല. മുതിർന്ന ഒരു മേനിപ്രാവിന് ഏകദേശം 40 മുതൽ 48 സെൻറ്റിമീറ്റർ വരെ നീളവും 365 മുതൽ 644 ഗ്രാം വരെ ഭാരവും ഉണ്ടാകാറുണ്ട്. തടിച്ച ശരീരവും വലിപ്പവും ഉള്ളതും അതുപോലെ കാഴ്ചയിലേറെ ഭംഗിയുമുള്ളവയാണ് മേനിപ്രാവുകൾ.
കേരളത്തിലും തെക്കേ ഇന്ത്യയിലും കണ്ടുവരുന്ന വലിയൊരിനം പ്രാവുകൾ തന്നെയാണ് ഇവ. പക്ഷിയുടെ തലയിൽ തുടങ്ങിയ അടിവശത്തിൽ വയറുവരെയും മങ്ങിയ ചാരനിറത്തിലുള്ളതാണ്. പക്ഷേ വ്യക്തമായി നോക്കുകയാണെങ്കിൽ ഇവയുടെ തല, കഴുത്ത്, മാരടം എന്നിവ പിങ്ക് കലർന്ന ചാരനിറത്തിലുള്ളതാണെന്ന് വ്യക്തമാകും. മേനിപ്രാവിൻ്റെ ചിറകുകളും പുറവും വാലിന് മുകൾ ഭാഗവും തിളക്കമുള്ള കടും പച്ച നിറത്തിലുള്ളതാണ്. ശരീരത്തിലെ ഈ പച്ചനിറം പക്ഷിയിൽ ഏറെ ആകൃഷ്ടത തോന്നിക്കുന്നതും അതുപോലെ ഇവയുടെ ഭംഗിയെ ഏറെ എടുത്തു കാണിക്കുന്നതുമാണ്. പക്ഷിയുടെ ഗുദഭാഗത്തായി നേർത്ത മെറൂൺ നിറവും ഉണ്ടാകും. വാലിനടിയിൽ കറുപ്പ് കലർന്ന തവിട്ട് നിറവും ഉണ്ടാകും. മേനിപ്രാവിൻ്റെ കൊക്കിന് നീല കലർന്ന ചാര നിറമാണുള്ളത്. മുഖത്ത് കണ്ണിന് ചുറ്റും ഒരു വെള്ള വളയും കൊക്കിന് കടഭാഗത്തായി ഒരു വെള്ള നിറവും ഉണ്ടാകും. കണ്ണുകൾക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണുള്ളത്. മങ്ങിയ പിങ്ക് നിറത്തിലുള്ളതോ മങ്ങിയ പിങ്ക് കലർന്ന ചാര നിറത്തിലുള്ളതാണ് പക്ഷിയുടെ കാലുകൾ. പക്ഷിയുടെ ചിറകിനടിയിലായി ചാര നിറവും ഉണ്ടാകും. സുലാബസിയിലും ഫിലിപ്പീൻസിലും കണ്ടുവരുന്ന ഗ്രീൻ ഇംപീരിയൻ പീജിയണിന് കഴുത്തിന് പുറകിൽ പിടലിയിലായി മങ്ങിയ ഓറഞ്ച് നിറം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മേനിപ്രാവുകൾക്ക് ഈ നിറം ഉണ്ടാകില്ലാട്ടോ. അല്പം ഉച്ചത്തിലുള്ളതും മുഴങ്ങി കേൾക്കുന്നതുമാണ് മേനിപ്രാവുകളുടെ ശബ്ദം. പൊതുവെ വലിയ മരങ്ങൾക്ക് മുകളിൽ ചിലവഴിക്കുവാനാണ് പക്ഷിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇവ പൊതുവെ നിലത്തിറങ്ങാറില്ല. വെള്ളം കുടിക്കുവാനോ മറ്റോ ആയി ചിലപ്പോൾ മാത്രം ഇവ നിലത്തിറങ്ങിയേക്കാം. മരത്തിന് മുകളിൽ കാണപ്പെടുന്ന ചെറു പഴങ്ങളും കായകളും ചില മരങ്ങളുടെ മുകുളങ്ങളുമെല്ലാമാണ് ഇവയുടെ പ്രധാന ആഹാരം. പ്രധാനമായും ചിലയിനം അത്തിയിനങ്ങളിൽപ്പെട്ട കായകളും ആൽവൃക്ഷങ്ങളുടെ കായകളും അതുപോലെ പനങ്കായകളുമെല്ലാം ഇവ ആഹാരമാക്കും. നാട്ടിൻപുറങ്ങളിലും മറ്റും പനങ്കായകൾ കായ്ക്കുന്ന സമയങ്ങളിൽ ഇവ കൂട്ടമായി പനങ്കായകൾ തിന്നാനായി എത്തുന്നതായി കാണാം. ഈ പ്രാവുകൾ മിക്കപ്പോഴും വളരെ ഉയരത്തിലാകും പറക്കുന്നതായി കാണുക. വളരെ ശക്തിയായി ചിറകടിക്കുന്ന ഇവ വളരെ വേഗത്തിലാണ് പറക്കുക. ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് മേനിപ്രാവുകളുടെ പ്രജനനകാലം. പ്രജനനകാലത്ത് ആൺപക്ഷികൾ പെൺപക്ഷികളെ ആകർഷിക്കാനായി ചില ശൃംഗാര ചേഷ്ടകളെല്ലാം കാണിക്കാറുണ്ട്. മരത്തിന് നെറുകയിലിരിക്കുന്ന ആൺപക്ഷികൾ ആകാശത്തിലേക്ക് പറന്നുയരുകയോ അല്ലെങ്കിൽ സാധാരണയായി പറക്കുന്നതിനിടയിൽ ആകാശത്തിലേക്ക് കഴുത്ത് നീട്ടിപ്പിടിച്ച് 5-6 പ്രാവശ്യം ചിറകടിച്ച് കുത്തനെ പറന്നുയരുകയോ ചെയ്യുന്നു. അതിനുശേഷം ചിറകുകൾ പൂട്ടിപ്പിടിച്ച് പുറകോട്ട് തിരിഞ്ഞ് കൂമ്പൽ കുത്തുകയും ചെയ്യുന്നു. പിന്നീട് നേരത്തേതുപോലെ തന്നെ പറന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്ന ശേഷമോ ഇവ വീണ്ടും തുടരും. ഇത്തരത്തിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം ഈ ശൃംഗാര ചേഷ്ടകൾ തുടർന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചു നേരം വിശ്രമിച്ച ശേഷമാകും ഇവയുടെ പ്രകടനം തുടരുക. വലിയ വൃക്ഷങ്ങൾക്ക് മുകളിൽ ഏകദേശം 10 മീറ്ററിന് മുകളിലായിട്ടാണ് മേനിപ്രാവുകൾ കൂടുകൾ നിർമ്മിക്കുക. മരങ്ങളുടെ കൊമ്പുകളിൽ കാക്കക്കൂടിന് സമാനമായി ചുള്ളികൾ അടക്കി വെച്ചതാകും ഇവയുടെ കൂടുകൾ. സാധാരണയായി ഒരേ ഒരു മുട്ട മാത്രമാണ് മേനിപ്രാവുകൾ ഇടാറുള്ളൂ. വളരെ ചിലപ്പോൾ മാത്രം അപൂർവമായി 2 മുട്ടകൾ ഇട്ടേക്കാം. ഇവയുടെ മുട്ടകൾക്ക് വെള്ള നിറമാണുണ്ടാവുക. മുട്ടയ്ക്ക് ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കുന്നു. കൂടുകളുടെ നിർമ്മാണത്തിനും കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്നതിനും ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുപോലെ സഹകരിക്കുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന മേനിപ്രാവുകൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രാവിനങ്ങളെയും മറ്റു പക്ഷികളെയും എല്ലാം തന്നെ കൂടുകളിൽ അടച്ചു വളർത്തുന്നതും അതുപോലെ അവയുടെ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുന്നതും വേട്ടയാടുന്നതുമെല്ലാം ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പ്രകാരം കുറ്റകരമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ IUCNന്റെ കണക്ക് പ്രകാരം ഇവ കാര്യമായ വംശനാശ ഭീഷണി ഒന്നും തന്നെ നേരിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ സ്പീഷ്യസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള മേനിപ്രാവെന്ന വലിയ ഇനം പ്രാവുകളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു പക്ഷിവിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.